ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഫിഷ് കറീനെ തയ്യാറാക്കാൻ പോണത്. ഇത് ഞാൻ അയിലീന് എടുത്തിട്ടുള്ളത്, പക്ഷെ നിങ്ങൾക്ക് ഏത് ഫിഷ് ആയാലും എടുക്കാം. അത് ഞാൻ മിഡിലിൽ നിന്നല്ല കഷ്ണമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുള്ളായിട്ടായാലും എടുക്കാം. ഇത് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന കാരണം എങ്ങനെ എടുത്തു എന്നുള്ളൂ. ഞാൻ ചെറിയൊരു പിന്നെ നമ്മൾ വറക്കാൻ ഇങ്ങനെ ലൈനിടുന്ന പോലെ ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മസാല കയറാൻ വേണ്ടി അങ്ങനെ ഇട്ടത്. കുറച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ചെറുതും വലുതായിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു 12 പീസ്. പിന്നെ പച്ചമുളക് ഒരു 16 എണ്ണം ഉണ്ട്. അത് ചെറിയ പച്ചമുളകാണ്, ഇവിടെ വീട്ടിലുണ്ടായതാണ്. ഇതാണ് പച്ചമുളക്. അപ്പോൾ എരിവ് അനുസരിച്ച് നിങ്ങൾ ഇടുക. ഞാനൊരു 16 എണ്ണം ഇട്ടിട്ടുണ്ട്. വേറെ ചുവന്ന മുളകൊന്നും ഇടില്ല ഇതിൽ. പിന്നെ ഉപ്പ് പാകത്തിന്. പിന്നെ ഇഞ്ചി ഒരു 1.5 ഇഞ്ച് നീളത്തിൽ, അതും. പിന്നെ പെരിഞ്ജീരകം ഒരു 1/2 സ്പൂൺ. പിന്നെ വെനിഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് 1 സ്പൂൺ ഒഴിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തതാണ്. അത് അരച്ചെടുത്തിട്ട് ഇതിൽ തേച്ച് വെച്ചിരിക്കുന്നതാണ് മീനിൽ. ഇനി നമുക്കിത് ഒന്ന് വറക്കണ്ട, പക്ഷെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, അത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഈ കറിവേപ്പില ഒന്ന് വെക്കാം. അതിൻ്റെ മേലെ ഈ മീൻ വെക്കേണ്ടത്. കറിവേപ്പില, അതിൻ്റെ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവറൊക്കെ വരും. ഇതിൻ്റെ മേലെ ഈ മീൻ വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിടേണ്ട വരും. മൊരിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് നാളികേരപ്പാൽ ഇതിൽ ഒഴിക്കേണ്ട വരും. അതൊഴിക്കുമ്പോൾ ബാക്കി വേവ് മുഴുവനായിക്കോളും. ഇതിൽ ഉള്ളി കുറച്ചുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ശരിക്കും പിടിക്കാത്തത് ഇത്. അപ്പം മസാലയും കൂടെ അതിൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇടില്ല. മഞ്ഞൾ, മല്ലി, മുളക് പൊടി അതൊന്നും ഇടില്ല ഇതിൽ. ഇനിയിപ്പോൾ ആ ഭാഗം ഒന്ന് പകുതി വെവാകുമ്പോൾ അതൊന്ന് മറിച്ചിടാം. ചെറിയ തീയിൽ വെക്കണം, അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോകും. നമ്മൾ എണ്ണ അധികം ഒഴിച്ചിട്ടില്ലല്ലോ. ഇപ്പം ഇത് തയ്യാറായിട്ടുണ്ട്. ഞാനൊന്ന് മറിച്ചിട്ടുണ്ടായിരുന്നു. ഈ അയിലരിയും മസാലരിയും കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം അത് വെന്തിട്ടുണ്ട് മീൻ. അപ്പോൾ നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു പകുതി നാളികേരത്തിൻ്റെ കട്ടിപ്പാലാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറേ ഗ്രേവി ഒന്നും ഇതിലുണ്ടാവില്ല. ഇങ്ങനെ കഷ്ണത്തിൽ പൊതിഞ്ഞിരിക്കുന്ന പോലെ അത്രയും ഗ്രേവി ഉണ്ടാവുള്ളൂ അതിൽ. ഇനി ഗ്യാസ് കുറച്ചൊന്ന് ഹൈയിൽ വയ്ക്കാം. ഒന്ന് തിളച്ചൊന്ന് കുറച്ചൊന്ന് വറ്റണം. അത് കഴിഞ്ഞാൽ പിന്നെ അത് തയ്യാറായി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കുറച്ച് തിളയ്ക്കണ വരെ നമുക്ക് ചെറിയ തീയിൽ തന്നെ വെക്കണം, ഹൈയിൽ വെക്കരുത്. ഇതിൻ്റെ ഗ്രേവിയൊക്കെ കുറുകിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിൽ മുന്നേ ചെറിയൊരു പണിയും കൂടി ഉണ്ട്. കുറച്ചും കൂടി വേപ്പില ഇടാം. വേപ്പില ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വേപ്പിലയുടെ മേലെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. കുറച്ച് ഒഴിച്ചാൽ മതി. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇത് അടച്ച് വയ്ക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും നമ്മൾ വിളമ്പുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുള്ള ഡിഷിൽ കൂടെ കഴിക്കാം. ചോറിൽ കൂടെയോ ചപ്പാത്തി കൂടെയോ എന്തിൽ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യുക.
താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.